ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് കേരള സർവകലാശാല ഡിഗ്രി ബിരുദ പ്രവേശനം 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ആ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഒരുപാട് കമൻറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഇനി ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാം വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഇയർ മുതൽ വളരെ സവിശേഷതയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. 4 ഇയർ കോഴ്സായിട്ട് മാറ്റിയിരിക്കുന്നു, അതിൻ്റെ കൂടെ റിസർച്ച്, ഹോണേഴ്സ് ഡിഗ്രി, ഇങ്ങനെയൊക്കെയുള്ള സവിശേഷതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ യൂണിവേഴ്സിറ്റി ഒരു ഇൻസ്ട്രക്ഷൻ ഫോമിൽ PDF ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ കോഴ്സ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതുപോലെ കോളേജുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയി കിട്ടും, അത് ചെക്ക് ചെയ്യാം. സോ സർവകലാശാല പഠന വകുപ്പുകളിൽ BBA ഓണേഴ്സ് വിത്ത് റിസർച്ച് ഉൾപ്പെടെ 16 മേജർ പ്രോഗ്രാമുകളും 59 മൈനർ കോഴ്സുകളുമാണുള്ളത്. അഫിലിയേറ്റഡ് കോളേജുകളിൽ 63 മേജർ പ്രോഗ്രാമുകൾ, വൈവിധ്യമാർന്ന 200-ൽ പരം മൈനർ കോഴ്സുകളും അതിൻ്റെ സ്പെഷ്യലൈസേഷനുകളും. അതുപോലെ ഇംഗ്ലീഷ്, സംസ്കൃതം, ഫ്രഞ്ച്, ലാറ്റിൻ, ജർമ്മൻ, റഷ്യൻ, ഹിബ്രു, സിറിയക്, ഹിന്ദി, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ AEC കോഴ്സുകൾ, 12 ഇന്റർ ഡിസിപ്ലിനറി മേജർ കോഴ്സുകൾ. വിദ്യാർത്ഥികൾ കോളേജ് തിരഞ്ഞെടുക്കും മുമ്പ് കോളേജ് ബാസ്ക്കറ്റ് പരിശോധിച്ച് 8 സെമസ്റ്ററുകളുടെയും വൈവിധ്യം മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കുന്നതിനുള്ള അവസരം ഇത്തവണ യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് മൈനർ വിഷയങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി തിരഞ്ഞെടുക്കാം. ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് 5 സെമസ്റ്റർ, അത് 2.5 വർഷം കൊണ്ടും ഡിഗ്രിയും 7 സെമസ്റ്റർ 3.5 വർഷം കൊണ്ട് ഓണേഴ്സ് ബിരുദവും നേടാവുന്നതാണ്. ഇനി ഈ ഓണേഴ്സ് ബിരുദം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ കേവലം 1 വർഷം കൊണ്ട് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കാവുന്നതാണ്. നമുക്കറിയാം PG എന്ന് പറയുന്നത് 2 ഇയർ കോഴ്സാണ്. പക്ഷേ ഇവിടെ 7 സെമസ്റ്ററുകൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ, അത് 3.5 വർഷം കൊണ്ട് ഓണേഴ്സ് ബിരുദം നേടിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 1 കൊല്ലം മാത്രം PG കോഴ്സ് പഠിച്ചാൽ മതിയാകും. ദെൻ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് ബിരുദാനന്തര ബിരുദം ഇല്ലാത്ത, അതായത് UGC മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തന്നെ ഗവേഷണ പഠനത്തിനും നെറ്റ് പരീക്ഷയ്ക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ്. ഒരേ വിഷയത്തിൽ ഓരോ കോളേജിൽ വൈവിധ്യമാർന്ന കോഴ്സുകൾ, ഇലക്റ്റീവുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ ബിരുദ പ്രോഗ്രാമുകൾക്കുമൊപ്പം വാല്യൂ ആഡഡ് കോഴ്സുകളും സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളും പഠിക്കുന്നതിനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. ആദ്യ 2 സെമസ്റ്ററുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ച മേജർ, മൈനർ മാറാനുള്ള അവസരമുണ്ടായിരിക്കും. സ്റ്റുഡൻറ്റ് മൊബിലിറ്റി, വിദ്യാർത്ഥികൾക്ക് കോളേജ് അല്ലെങ്കിൽ സർവകലാശാല തലത്തിൽ മാറി പഠനം തുടരാനുള്ള അവസരമുണ്ടായിരിക്കും. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജ് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സർവകലാശാല നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നില്ല, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോ MG യൂണിവേഴ്സിറ്റിയിലോ പഠിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതും ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ അക്കാഡമിക് തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാൻ സമ്മർ ഇൻറ്റേൺഷിപ്പുകൾ ഉണ്ടായിരിക്കും. ഹൈബ്രിഡ് മോഡൽ പഠനം നടത്താൻ ഓരോ വിദ്യാർത്ഥികൾക്കും അവസരമുണ്ടാവും. അതുപോലെ കാര്യക്ഷമമായ പരീക്ഷാ സമ്പ്രദായമാണ് ഇനി മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതാണ് 2024 ഒന്നാം വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സവിശേഷതകളും കാര്യങ്ങളും യൂണിവേഴ്സിറ്റി PDF ആയി നൽകിയിട്ടുള്ളത്. അപ്പം തുടർന്നും അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചാനലിലൂടെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആൾസോ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്